കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്താണെന്നുള്ളത് കാണിച്ചു തന്നാലും PR-ൻ്റെ ബലത്തിൽ അങ്ങനെയൊന്നും നിൽക്കാൻ പറ്റുന്ന സ്ഥലമല്ല. ചിലർക്ക് നമ്മുടെ മനസ്സിൻ്റെ കട്ടി എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ചാണ് ആ ഗെയിം ഷോയിൽ നമ്മൾ നിലനിന്ന് പോകുക. സർവൈവൽ ഗെയിമാണ്. പല ടൈപ്പിലുള്ള ഇത് വേണം, ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം, നമ്മുടെ സ്വഭാവത്തിൽ നല്ലതും ചീത്തയും കൂടെ കണ്ടിട്ട് വേണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ. അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്. കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മളെ മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത്. ഒരാൾ ഇപ്പോൾ 100% എല്ലാവരും കൂടി ഇഷ്ടപ്പെട്ടിട്ടല്ല ഒരു വിന്നർ വരിക. 100% ഒരു 5% ചിലപ്പം ഇഷ്ടക്കേടുള്ളവരും ഉണ്ടാവും. സോ അനുവിൻ്റെ കാര്യത്തിലാണെങ്കിലും PR എന്ന് പറയുന്നവർ സ്വയം ഒന്ന് ചിന്തിക്കണം. അവർക്കും ഉള്ളിൽ ഗെയിം കളിക്കാൻ പോകുമ്പോഴത്തേക്കും ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈം അവരെങ്ങനെയാണ് യൂസ് ചെയ്ത് അതനുസരിച്ച് വോട്ടും അവിടെയുള്ള എക്സിസ്റ്റൻസും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തു. അതില നൂറെന്ന് പറയുന്നത് അനുമോളുടെ വളരെ അടുത്ത സൗഹൃദങ്ങളാണ്. എന്നിട്ട് അവർ പോലും അവർ സന്തോഷം പ്രകടിപ്പിച്ചിട്ടില്ല, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടില്ല. ബാക്കിയുള്ള എല്ലാവരും സ്റ്റോറി ഇട്ടിട്ട് ആഘോഷിക്കുമ്പോൾ അവർ ആഘോഷിക്കുന്നില്ല. അവർ അനുമോളെ സ്റ്റോറി പോലും ഇട്ടിട്ടില്ല വിന്നറായതില്ല. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും ഇവരുടെ സൗഹൃദം മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു? എനിക്കറിയില്ല. അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് വേറൊരാളുടെ കാര്യം ചോദിച്ചാൽ എനിക്കറിയില്ല. ലക്ഷ്മിയുടെ റീ എൻട്രി ഭയങ്കര കൂളായിരുന്നല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഒരുപാട് പോസിറ്റീവ് കണ്ടസ്റ്റന്റ് അല്ലാതെ പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ രസമല്ലേ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അകത്ത് ഇത്തവണ കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു നെഗറ്റിവിറ്റി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു പ്രഷർ ഫീൽ ചെയ്ത് എല്ലാവരും ഇങ്ങനെ ഒരാളെ ആക്രമിക്കുന്നുണ്ടെന്ന്. അല്ലാതെ ഞാനൊരു 50 ദിവസം നിന്നപ്പോഴും ആ വീട്ടിൽ ഞാൻ കംപ്ലീറ്റ്ലി ആസ്വദിച്ച് നിന്ന ഒരാളായിരുന്നു. ആ ഒരു ഇത് റീ എൻട്രിയുടെ സമയത്ത് കിട്ടിയില്ല. എല്ലാവരും ഒന്ന് പെട്ടെന്ന് പുറത്തിറക്കി വിടാവോ ബിഗ് ബോസ് ഞാൻ മൈക്കെടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരെ പോയിട്ടുണ്ടായിരുന്നു. അത്ര കൂളായിട്ട് എനിക്ക് തോന്നി. എങ്ങനെയാണ് ലക്ഷ്മി മുൻപ് മനസ്സിലാക്കിയെന്നാണ് ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നതൊക്കെ അവരുടെയും കൂടെ ഗെയിമിൻ്റെ ഭാഗമാണ്. അതിനെക്കുറിച്ച് ഞാൻ ഭയങ്കര സ്ട്രോങ് അല്ലേ, ഇത്രയും നല്ല സ്ട്രോങ് ആണ്. ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീകളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാളെ എല്ലാവർക്കും ഉള്ളപ്പോൾ അനുമോൾക്ക് PR ഉണ്ടെന്നുള്ള ആരോപണം കേൾക്കുമ്പോഴും എനിക്ക് മാത്രമല്ലല്ലോ നിനക്കും ഇല്ലെന്ന് അകത്തുള്ള ആരോടും തിരിച്ചു പറഞ്ഞിട്ടില്ല. അതൊരു അനുമോളുടെ വലിയ ക്വാളിറ്റിയാണ്. അങ്ങനെ ചെയ്യാതിരുന്നത് തന്നെ സ്വയം അത് ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ അവിടെ നിന്നു, ഗെയിം കണ്ടിന്യൂ ചെയ്തു. തിരിച്ചു വരുമ്പോഴും ഇത്രയും ആൾക്കാരിങ്ങനെ വിരൽ ചൂണ്ടി പറയുമ്പോഴും ഷി വാസ് ടേക്കിംഗ് ഇറ്റ്, അക്സെപ്റ്റിംഗ് ഇറ്റ്. അത് എന്തുമാത്രം തകരാതിരിക്കാവോ അത്രയും ആ കുട്ടി പിടിച്ചു നിന്നിട്ടുണ്ട്. അത് സ്ട്രോങ് ആയതുകൊണ്ടാണ്. അതിലെ പലവട്ടം ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടും അനു ചെന്നിട്ട് അതിലെ